ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി വീഡിയോ ഇടാൻ താമസിച്ചതിൻ്റെ കാരണവും എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ കാരണവും ഞാൻ പറയാം. രണ്ടിനും കാരണം ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതായത് എനിക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഒരുപാട് നൈറ്റികളുടെ സെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോൾസെയിലായിട്ട് കുറച്ച് എടുത്തു. ഞങ്ങളൊരു 3-4 പേര് സ്റ്റിച്ച് ചെയ്തു. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞങ്ങൾ കൊടുത്തത്. നല്ല സെയിലായിരുന്നു. എനിക്ക് മുടക്കിയ കാശ് മുഴുവനും കിട്ടി. അപ്പം ഞാൻ എന്താ ഇങ്ങനെ കണക്കൊക്കെ എഴുതി കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ നൈറ്റീൻ്റെ. അപ്പോൾ അങ്ങനെ അതെല്ലാം ചേർത്ത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. അതിന് വേണ്ടി ഞാൻ കുറേ ഓടി. എല്ലാവരും പറയുന്ന പോലെ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇത്രയും പൈസ കിട്ടിയത് കൊണ്ട് എന്താ ഗുണം, അല്ലെങ്കിൽ ഇതൊരു വലിയ തുകയാണോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ തുക തന്നെയാണ്. കാരണം ഞാനിതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒറ്റയ്ക്ക് തന്നെയാണ്. ഈ ഓടുന്നത് മുഴുവനും ഒറ്റയ്ക്കാണ്. അപ്പോൾ തുണി എടുക്കുന്നത്, തയ്ക്കുന്നത്, ഈ പറഞ്ഞ പോലെ ഹോൾസെയിൽ എടുക്കാൻ പോയത്, തിരിച്ച് വന്ന് അതിനകത്തൊക്കെ റേറ്റ്സ് ഇട്ട് പാക്ക് ചെയ്ത് എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത കഷ്ടപ്പാടിന് കിട്ടുന്നത് 1 രൂപയാണെങ്കിലും അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ പൈസ കിട്ടി. അപ്പോൾ ഞാനിവിടെ കൊടുത്തത് ഹോസ്റ്റൽസിലായിരുന്നു. പിന്നെ അല്ലാതെ എൻ്റെ കൂട്ടുകാർക്കും കൊടുത്തു. കൂട്ടുകാരെയൊക്കെ ആദ്യം അവർക്കും അറിയില്ല, ഫോണിൽ കൂടെ കാണിക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി തോന്നില്ല. പിന്നെ ഞാൻ നേരെ കൊണ്ടുവന്ന് കാണിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ പേര് അങ്ങനെ എടുത്തു. അതുപോലെ എൻ്റെ ഹോസ്റ്റലിൽ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ അതിൻ്റെ ആൾക്കാരെയൊക്കെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ച് വൈകുന്നേരം 5:30 ആയപ്പോൾ കൊണ്ടുവച്ചു. അങ്ങനെ ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്കും കുറേ ചിലവാകും. പിന്നെ നമ്മൾ ഇറങ്ങിപ്പോകും. കാരണം ഹോസ്റ്റലിൻ്റെ സമയം 7 മണി വരെയൊക്കെയാണ്. ഇങ്ങനെ പോരും. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ നടന്നു. പിന്നെ അവധി ദിവസങ്ങളുടെ തലേ ദിവസങ്ങളിലൊന്നും ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ല, കാരണം ആരും ഉണ്ടാവില്ല അവിടെ. അങ്ങനെയൊക്കെ നോക്കി കറക്റ്റാക്കി ആണ് ചെയ്തത്. അലച്ചിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കഷ്ടപ്പെടണം, അത്രയേ ഉള്ളൂ. ഇഷ്ടം ഉള്ളത് കൊണ്ട് നമുക്കത് കഷ്ടപ്പാടായി തോന്നില്ല, അത്രമാത്രം. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുണ്ടായിരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പറഞ്ഞ പോലെ കാശ് വരുന്നത് മാത്രമേ അറിയുള്ളൂ, പോണത് എങ്ങോട്ടാണെന്നൊരു പിടുത്തം ഉണ്ടാവില്ല. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നൊരു പരിപാടി ഞാനിപ്പോൾ പറയാം. നിങ്ങൾ അത് പൊട്ടത്തരാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ. പക്ഷേ എനിക്കതുകൊണ്ട് ഒരുപാട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് നമ്മൾ തയ്ച്ച് എല്ലാ ആഴ്ചയിലും ഇരുന്ന് തയ്ക്കുമല്ലോ. തയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ ദിവസവും ചിലപ്പം ഒരാൾ ഇന്ന് തുണി വാങ്ങിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ നാളെ വാങ്ങിക്കൊണ്ട് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ദിവസം 400, 500 അല്ലെങ്കിൽ 1000 അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു തുക വരും. പക്ഷേ നമ്മൾ അതിനൊരു കണക്ക് ഇല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസാവസാനം ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പോട്ടെ, ഒരു 6 മാസം കഴിഞ്ഞ് നീ ഇതിൽ നിന്ന് എന്ത് കിട്ടി എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു പരിപാടി, നമ്മൾ ആഴ്ചയിൽ 5 ദിവസം സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അതിന് കിട്ടുന്ന പൈസ അതെത്രയായാലും അതിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വയ്ക്കുക. ഇപ്പോൾ 5000 രൂപയാണ് എനിക്ക് ഒരാഴ്ച കിട്ടിയതെങ്കിൽ 1000 രൂപ അതിൽ നിന്ന് മാറ്റി വെക്കും. ആ മാറ്റി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോയിൽ നിന്നൊക്കെ മറ്റേ 500 രൂപ അങ്ങനെയൊക്കെ എഴുതിയ ഒരു ബോക്സ് കിട്ടുമല്ലോ, അതിനകത്തേക്കാണ് ഞാൻ ഇടാറുള്ളത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വേറെ തുറക്കില്ല എന്ന് ഉറപ്പുള്ള ടിന്നുകളിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് എനിക്ക് ആ മാസം 4000 കിട്ടിയുള്ളൂ, അല്ല ആഴ്ച 4000 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക പൈസ. ആവശ്യങ്ങൾക്ക് അതെടുത്ത് ചിലവാക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ ചിലവാക്കുന്ന ഓരോ തുകയും എഴുതി വെക്കണം. അത് നമുക്ക് മെനക്കേടുള്ള പണിയാണ്. പക്ഷേ ഞാനിപ്പോൾ അത് ശീലിച്ചു. ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 1 രൂപ ചിലവാക്കിയാൽ പോലും ഞാൻ എഴുതും. ഇപ്പോൾ മറ്റത് എഴുതില്ലായിരുന്നു, പലതും വിട്ടു പോകാറുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തത് ഒരു കാശ് പോണതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ്. നമ്മൾ മാക്സിമം കാശ് കൈകൊണ്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുക. ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് തൊട്ടതിനെ പിടിച്ചതിനൊക്കെ നമ്മളീ പോയി സ്കാൻ ചെയ്ത് കാശ് കൊടുക്കും. നമ്മൾ വിചാരിക്കും 10 രൂപയല്ലേ, 20 രൂപയല്ലേ, 50 രൂപയല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, ഇപ്പോൾ എനിക്ക് 46 വയസ്സുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഈ തയ്യലിലേക്ക് വന്നിട്ട് വലിയ നാളുകളൊന്നും ആയില്ല. എന്നേക്കാൾ സീനിയോറിറ്റിയുള്ള ഒത്തിരി തയ്യൽക്കാരുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇപ്പോൾ 30-35 വയസ്സായ ആൾക്കാരൊക്കെ എന്താ പറയുക, 20 വയസ്സിലും 15 വയസ്സിലും ഒക്കെ തയ്ക്കാൻ തുടങ്ങിയ ആൾക്കാരാണ്. ഞാൻ അത്രയൊന്നും ആയിട്ടില്ല. ഞാൻ ഈ തയ്യൽ എന്നൊരു ഫീൽഡ് നമ്മുടെ വരുമാന മാർഗ്ഗം ആക്കിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്
ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. 50 രൂപയും തന്ന് കടയിൽ വിട്ടാൽ ആ 50 രൂപയ്ക്കുള്ള സാധനമേ നമ്മൾ വാങ്ങുള്ളൂ. 100 രൂപയും കൊണ്ട് കടയിൽ പോയാൽ നമ്മൾ 100 രൂപയ്ക്കുള്ളതേ വാങ്ങുള്ളൂ. അവിടെ എന്ത് സാധനം വേറെ കണ്ടാലും കൈ കാശില്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങില്ല. പക്ഷെ ഇന്നതല്ല സ്ഥിതി. നമ്മുടെ കയ്യിൽ ഈ ഫോണിനകത്തിരിക്കുന്നത് കൊണ്ട് നമ്മളറിയാതെ എല്ലാം പെറുക്കിയെടുക്കുവാണ്. അത് വരാതിരിക്കാൻ മാക്സിമം നമ്മളിപ്പോൾ ഫോൺ റീചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കോ പിന്നെ തീരെ ബാലൻസ് കാശ് ബാക്കി തരാനില്ലാത്ത കടകളിലോ ഒക്കെ ആണെങ്കിൽ നമുക്കത് കൊടുക്കാം. പക്ഷേ എല്ലാത്തിനും നമ്മളെടുത്ത് വെച്ച് ഇങ്ങനെ സ്കാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാസാവസാനം നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. പിന്നെ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ പല പെട്ടികളിലും ടിന്നുകളിലും ഒക്കെ 100-ൻ്റെയും 200-ൻ്റെയൊക്കെ നോട്ടുകൾ ചുരുട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ. 200-ൻ്റെ നോട്ട് പണ്ടില്ലായിരുന്നു, 100-ൻ്റെ നോട്ടുകൾ 10 രൂപയുടേത് 50 രൂപയുടേതൊക്കെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നിരിക്കും. അതൊക്കെ ഒരു തരം സമ്പാദ്യമാണ്. അതൊന്നും ഇന്നത്തെ ഫിനാൻസുകാർ പറയുന്ന പോലെ അത് ഇരട്ടിക്കില്ല, പലിശ കിട്ടില്ല, അല്ലെങ്കിൽ വളരില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും പൈസയാണ്. പൈസയ്ക്ക് എന്നും പൈസയുടേതായ വാല്യൂ ഉണ്ട്. നമ്മളിന്ന് വീട്ടിൽ വെറുതെ ഇരുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ 10 രൂപ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര ആയാലും അത് നമ്മൾ കൂട്ടി തന്നെ വയ്ക്കുക. കാരണം 10 രൂപ 10 ദിവസം കൂട്ടി വെക്കുമ്പോൾ 100 രൂപയായില്ലേ? അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം വലുതോ ചെറുതോ എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന കാര്യം. ബാക്കിയെല്ലാം പിന്നീടാണ്. അപ്പോൾ ചെയ്യാനൊരു മനസ്സുണ്ടാകുക. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ അധ്വാനത്തിന് ഒരു വിലയില്ലാണ്ട് പോകരുത്. നമ്മൾ വീട്ടിൽ ഇരുന്നാണ് ചെയ്യണതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയമാണ് നമ്മളെടുക്കുന്നത്. നമ്മുടെ കഴുത്ത് വേദന, നടുവേദന ഇതെല്ലാം നമുക്കും ഉണ്ടാവില്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ രീതിക്കൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. പൈസ പ്രത്യേകിച്ചും നമ്മൾ അവസാനം നമുക്ക് നൂല് വാങ്ങിക്കാനും ഇത് മാത്രമേ തികയുള്ളൂ കാശ്. അല്ലാണ്ട് വേറെ ഒന്നിനും പൈസ ഉണ്ടാവാത്തൊരവസ്ഥ വരരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിതിൽ വേറെ ഏതെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ, പൈസ കൂട്ടി വെക്കുന്നതിനോ അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് 400-ന് മേലെ സബ്സ്ക്രൈബേഴ്സായി, അത് തന്നെ വലിയ സന്തോഷം. ഇതൊന്നും വിചാരിച്ചിരുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.